ഗൈസ് ഗുഡ് മോർണിംഗ്. ഇതാ നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ കിടന്നും ചെയ്ത് രാവിലെ വൈകുന്നേരം വെളുത്ത്. ഇതെന്ത് എന്താ അയ്യവാ കണ്ടോ അങ്ങനെ ഇതാ ഒടുവിൽ നമ്മളെ സംഭവം റെഡിയായി. ആഹാ അപ്പോൾ ഇതാ നമ്മളെ കത്തി ഞാൻ കൊണ്ടുവന്നിട്ടില്ലേ, കത്തി ബാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ഇങ്ങനെ ആക്കിയിട്ടില്ല. എന്താ പറയുക, ഇതിൻ്റെ കത്തി നല്ല വെയിറ്റ് ഉണ്ട്. ബാഗിലൊക്കെ കൊണ്ടിട്ട് ബാക്കി സാധനങ്ങളെല്ലാം കീറിപ്പോവും. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഇത് നല്ല നാച്ചുറായിട്ടുള്ള നല്ലൊരു തണുപ്പ് കാര്യങ്ങളെല്ലാം കിട്ടും. ഇതുവരെ ചായ കാര്യങ്ങളെന്തും ഞാൻ കുടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ നമുക്ക് ചായ ഒന്ന് ആക്കിയിട്ട് കുടിക്കാം. ഇനിയിപ്പോൾ ഇറിട്ടായിക്കൊണ്ട് വന്ന് നല്ലോണം ബെൻത്ത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു പുര നല്ല അത്യാവശ്യം നല്ല ഹൈറ്റുണ്ട്. നിൽക്കാൻ പറ്റില്ലെങ്കിലും കിടക്കാനെല്ലാം പറ്റും. രാത്രി ആകുമ്പോൾ നല്ല ഇറിട്ടായിട്ട് നല്ല വെളി ഉണ്ടാവും. എന്ത് വെളി കുറഞ്ഞിനെ അതിപ്പോൾ ഫുള്ള് വെളിയല്ലേ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്തില്ലെങ്കിലും നമുക്കൊരു ചായ വെച്ചിട്ട് കുടിക്കണം. ശരിക്കും നല്ലോണം ബെൻത്ത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, എന്തായെങ്കിലും ഈ ഒരു ക്യാമ്പിംഗ് എന്ന് പറഞ്ഞെങ്കിൽ ഇതിനേക്കാളും കുറച്ച് വെറൈറ്റി ആയിട്ട് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്ലാനാക്കിയത്. സമയം തേയുന്നില്ല ഇപ്പം തന്നെ, നല്ല സമയം നോക്കി. ഇപ്പോൾ ഇറിട്ടായിക്കൊണ്ടൊന്നുമില്ല നോക്കിയ, നല്ലോണം ടയർഡായിപ്പോയി. വെരി എക്സ്യൂസ്ഡ്. അപ്പോൾ പിന്നെ എക്സ്യൂസ്ഡായി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു എക്സൈറ്റഡായി. അങ്ങനെ രണ്ടും കൂടി ചേർന്നിട്ടാകുമ്പോഴേക്കാണ് ഇങ്ങനത്തെ ഒരവസ്ഥയായത്. അപ്പോൾ ഇങ്ങനെ സംഭവം റെഡിയായി. അപ്പോൾ ഇനിയിപ്പോൾ എന്തും അല്ലെങ്കിൽ മഴ വന്നെങ്കിൽ അങ്ങനെ കൊള്ളില്ല. ഇവിടെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുണ്ടല്ലോ മുകളിൽ, ഇടിമുട്ടുന്നുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു വീഡിയോ എന്തെങ്കിലും മില്യന് കിടക്കും. എന്താ അങ്ങനെ ബെല്ല വന്നിരിക്കുന്നുണ്ട് അങ്ങനെ അതെന്തോ ഒന്ന് പാറിയിട്ട് പോയവാ. എന്തുണ്ട് അതിനിടെ? ആയി വാ, ഇതാ ഇതെന്ത് എന്താ വന്നതിന് മുതലായതാ. സന്തോഷമായി. ഇതാ കണ്ടോ, 3 മുട്ടയുണ്ട്. അപ്പോൾ എന്തോ ഒരു പക്ഷി പാറിയതായിരുന്നു. കണ്ടോ, കാണുന്ന നേരെ. എന്തായാലും നമ്മൾ ഇതെടുക്കാം. വിളിക്കാനായി ഞാൻ തോന്നുന്നു. പൊട്ടീനോ? ഒന്ന് ചെറുങ്ങനെ പൊട്ടിപ്പോയിനാ. ഇതാ ചെറിയൊരു പൊട്ടുണ്ട്. ഇതാ എന്ത് ഇവിടെ ഒരു പൊട്ടുണ്ട്. അതവിടെ പൊട്ടിയിട്ട് ഇത് നമ്മൾ ഉപയോഗിച്ച് തന്നല്ലോ. ഇതിൽ വെള്ളം കുറേ പിടിക്കുകയും ചെയ്യില്ല. 5 ലിറ്ററിൻ്റെ ക്യാനാണിത്. അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ വെള്ളം പിടിക്കില്ല. വേണ്ട പോലെ നമുക്ക് യൂസ് ആക്കാമല്ലോ. ഇങ്ങനെ സെറ്റ്.
അടിപൊളി. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഒരു ഐഡിയ ആക്കുന്ന എന്തെങ്കിലില്ലേ, ഐഡിയ എന്താക്കണോ ഞാൻ പറയാം. എന്താ പറഞ്ഞെങ്കിൽ നമുക്ക് കുറച്ച് മണ്ണ് കുഴച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ആ മുട്ടനെ വെക്കാം. അതിൽ വെച്ചിട്ട് എന്താക്കാന്ന് പറഞ്ഞാൽ നമുക്ക് തീയിടാം. നല്ല തീയിട്ടിട്ട് ഇങ്ങനെ തിരിക്കാം. വേകുന്നുണ്ടാന്ന് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് എന്നിട്ട് ചായ വെക്കാം. എങ്ങനെ, ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ ആക്കാം അല്ലേ? ഏതായാലും ഇങ്ങനെ വെച്ചിട്ടേ ഇത് സ്പെഷ്യൽ നോക്കാം, എന്താന്ന് നോക്കാം നമുക്ക്. എന്നിട്ട് ഇതിനെ ചൂടാക്കാം. നല്ല വെക്കണം. ഒന്ന് കുറച്ചും കൂടി പോകണം. പിന്നെ ശരിയല്ല, കുറച്ചും കൂടി മണ്ണ് ബേം എടുക്കാം. കുറച്ച് വെള്ളം കൂട്ടാം. ഇത് എന്ത് നമുക്കറിയാം. വെന്തിട്ട് നമുക്ക് ചായക്ക് കൂട്ടാൻ കഴിയോ? അല്ല എന്തു പറയുന്നു? ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ചായൻ്റെ സ്പെഷ്യൽ. അപ്രതീക്ഷിതമായിട്ട് കാട്ടിൽ നമുക്കൊരു പക്ഷീൻ്റെ മുട്ടയും കിട്ടി. ഇങ്ങനെ വെച്ചിട്ട് വേവെന്നാന്ത് നല്ല തീ കത്തിച്ചിട്ട് നോക്കാം. കാട്ടിൽ വന്നെങ്കിൽ ഇങ്ങനത്തെ എന്തെല്ലോ സാധനം കിട്ടും. അതെന്ത് ഹൂക്കുന്നത്? പൊട്ടിയാ ഉച്ചാമത് സൗണ്ട് കിട്ടും. പൊട്ടിയോ എന്തെന്ന് അറിയില്ല. അമർത്തിട്ട് അയ്യോ, ഓർമ്മയില്ലാണ്ട് അമർത്തി പോകുന്നത്. മുട്ടയെന്ന് നമ്മൾ ഫസ്റ്റ് പൊട്ടിയാ പൊട്ടിയെങ്കിൽ നമ്മളല്ല പണി പോയി. ഓ വാ 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 ഇങ്ങനെ ഓ ആറിയിട്ട് കൈക്കോളി നിർത്തി. കുറച്ചും കൂടി എടുക്കണം. ഇത്രക്കായത് ആനമുട്ടൻ്റെ അത്രക്കായല്ലോ. നല്ല കഥ.
അപ്പോൾ ഇതിൻ്റെ അകത്താണ് 3 പക്ഷി മുട്ട ഉള്ളത്. കണ്ടോ? ഓഹോ, അങ്ങനെ സംഭവം പൊളിയല്ലേ? ഈ പിടിക്കാതെ എന്താ മാത്രം. എത്ര സമയമായി ഇപ്പോൾ? എത്ര ഗ്യാസ് പോകണം? ആയി വാ, കൊള്ളുന്നുണ്ട്. യെസ്, അങ്ങനെ പോകും. കത്താണ്ട് ഏടെ പോകും? ഞാൻ കത്തിക്കും. അങ്ങനെ കത്ത്. വാ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. വാ, കണ്ടോ? അങ്ങനെ കാണിച്ചു തരാം. ഇതിപ്പോൾ കാണിക്കാൻ അങ്ങനെ കാണിക്കാൻ പറ്റില്ല, ക്യാമറ അതിൻ്റെ അടുത്ത് തൂക്കില്ല. പുക വരുന്നുണ്ടോ? സംഭവം ഞാൻ കീച്ചിപ്പോൾ അടുപ്പിൽ നിന്ന് കീച്ചിട്ടുണ്ട്. ഭയങ്കര കാരം കയറി. അപ്പോൾ ഒക്കെ വരുന്നുണ്ട്. ഇതാ 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 ചായയും വെച്ചിട്ട് കുടിക്കാമല്ലേ? ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് ചായ റെഡി ആയിട്ടുണ്ട്.
റെഡി റെഡി ചായ കുടിക്കാം. നമ്മളെ ചായ റെഡി, കട്ടൻ ചായയാണ്, പാലല്ല, കട്ടൻ ചായ കുടിക്കുന്നു. അതിൻ്റെ തീ എങ്ങനെയുണ്ട്? കുറച്ച് സമയം ഇങ്ങനെ ബന്ധുകൊണ്ടേ ഇരിക്കട്ടല്ലേ, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുടിക്കാം. ഇടിയെല്ലാം മുട്ടുന്നുണ്ട്, മഴ വരും തോന്നുന്നു. അപ്പോൾ ഒരു സാധനം നമുക്ക് മറന്നില്ല ഇപ്പോഴത്തെ, നമ്മളെ മുട്ട എന്തായി നോക്കണ്ടേ, അത് നോക്കാം. അങ്ങനെ ഇതാ നമ്മളെ മുട്ട എന്തായി നോക്കാമല്ലേ. ഓഹോ, സംഭവം സെറ്റേനാവാ. ഇതാ കാണുന്നില്ല നിങ്ങൾക്ക്? ഇതാ വെന്തിട്ട് എങ്ങനെയായി നോക്കിയാൽ നല്ല വെന്തിന്. ഇതാ അയ്യ കണ്ടോ സംഭവം, കണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേഗം കുറവുണ്ട്, കണ്ട തോല് പറ്റി പിടിച്ചിട്ട്. എന്തും പറയാനല്ല വാ, എന്തോ ഒരു പാങ്ങന്നെ. നല്ല പക്ഷീൻ്റെ മുട്ട വേവിച്ചതും അത് വെറൈറ്റി ആയിട്ട് നല്ല കട്ടൻ ചെയ്യും, നല്ല കോമ്പിനേഷൻ. പക്ഷീൻ്റെ തന്നെ മുട്ട അല്ലടേ അത്. ചുമ വന്ന് എന്താ എങ്ങനെയുണ്ടല്ലേ. എൻ്റെ രാത്രിത്തെ ഫുഡ് ഇതാണ്. അയ്യോ അങ്ങനെ ആയിക്കൊണ്ട് വരുന്നുണ്ട് നമ്മൾ. ചോളം സ്പെഷ്യൽ. ടെൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇത്ര പേടിക്കണ്ട, എന്തായിരുന്നു അല്ല പേടിയില്ല എങ്കിൽ ഞാൻ പറയുന്നത് എന്താ പറഞ്ഞെങ്കിൽ നമ്മൾ ടെൻറ്റിൻ്റെ ഉള്ളിൽ സേഫായിട്ട് നിൽക്കാൻ കഴിയുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഈ ബന്ധ കാര്യങ്ങളൊന്നുമില്ല, അപ്പോൾ അതിനോട് മൃഗത്തിൻ്റെയും ബാക്കി പെരക്കുന്നതും ജന്തുക്കളെല്ലാം പേടിക്കാണ്ട്. എന്നോട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നോക്കണ്ടേ. സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കിടന്നെങ്കിൽ അതിൻ്റെ സംഗതിയല്ല.
ആയിട്ടുണ്ടാവും. ഒരു രണ്ട് കടിച്ചു വെക്കാം. എന്താ മധുരം. ഇതങ്ങനെ നമ്മളെ സംഭവം നല്ല ബന്ധമുകൊണ്ട് വരുന്നുണ്ടാവും. ഇത് നിങ്ങളെ കൊണ്ട് ഇങ്ങനെ എടുത്തിറങ്ങിയോ ഈ പൊള്ളുന്ന സാധനത്തിന്? ഗ്രില്ലാന്ന് നമ്മളെ ചോളം അയ്യോ, നമ്മളെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ക്യാമ്പിങ്. യെസ് ഫുള്ള് ഗ്രിട്ട്. പുക വന്നുണ്ട്. ഇതാ പുക വന്ന്. നേരെ സൂക്ഷിച്ചിട്ട് നോക്ക്. പുക വന്നണ്ട. ഇതെല്ലാം കടിച്ചു വെക്കാം. എങ്ങനെയുണ്ട് കടിച്ച് തിന്നിട്ട് നോക്കാം. അപ്പോൾ ഇതും തിന്നിട്ട് ഞാൻ കിടക്കാൻ പോകും. ബിസ്മില്ലാഹിർ. നല്ല പന്തിന്. നമുക്ക് വെളീൻ്റെ കുറവുണ്ട്. വെളിയില്ല, നല്ല വെളിയുണ്ടെങ്കിൽ ടോർച്ച് അടിക്കണ്ടെങ്കിൽ. അപ്പോൾ നമ്മളെ ക്യാമ്പിങ്ങിന് വേണ്ടിയിട്ട് ആരെങ്കിലും നല്ല സോളറിൻ്റെ ലൈറ്റ് മറ്റു സ്പോൺസർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ സ്പോൺസർ ചെയ്യുക. അവിടെ തീ അങ്ങനെ കത്തിക്കൊണ്ടേ കിട്ടുക. മൃഗന്ധം വരില്ല. അങ്ങനെ നല്ല കനലായിട്ടുണ്ട്. എനിക്ക് മധുരോ എന്തൊരു മധുരം ഒന്ന് വെളിഞ്ഞത്. കാര്യം നമുക്ക് നാളെ കാണാം. നാളെ ഒരു ചായയെല്ലാം വെച്ച് കുടിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ബാക്കപ്പ് ആവാം. ആ ലൈറ്റെല്ലാം അങ്ങനെ കത്തിക്കൊണ്ട് കിട്ടും. ഇപ്പോൾ നമ്മൾ ആ ഒരു ലൈറ്റ് ഉണ്ടല്ലോ, അത് ഫുൾ ടൈം ഞാൻ ചെക്ക് ചെയ്തിട്ട് നോക്കിയതാണത്. നേരം പൊളക്കൂളം അത് കത്തിക്കോളും അവിടെ അങ്ങനെ. പിന്നെ ഈ തീയുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ തീയും അവിടെ കത്തുന്നത്ര കത്തിക്കൊണ്ട് കിട്ടെ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ അടുത്ത് നമുക്ക് നല്ലൊരു വീടായിട്ട് നമുക്ക് കാണും പണം. ഈടാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. ലൈറ്റില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ? ലൈറ്റില്ലാത്ത ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങളോട് ഒരു ഗുഡ് നൈറ്റ് കൂടി പറയാൻ പറ്റുന്നില്ല. നമ്മളെ ഇത് ഫുള്ള് കാലിയായി വെളി കണ്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും എനിക്ക് നല്ല സോളറിൻ്റെ 1-2 ലൈറ്റ് സ്പോൺസർ ചെയ്യുന്ന ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്ത് തന്നാൽ മതി. നല്ല ഒരു 400 വാട്ട്സിൻ്റെ 2 സോളറിൻ്റെ ലൈറ്റ് നമുക്ക് ഒന്ന് സ്പോൺസർ ചെയ്യും. അപ്പോൾ നമുക്ക് അതിന് ഇടയിലെ പോകാനുണ്ടല്ലേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഗൈസ് ഗുഡ് മോർണിംഗ്. അങ്ങനെ ശരിക്കും രാത്രി ഉറങ്ങാൻ കഴിഞ്ഞില്ല. എന്തെല്ലാം സൗണ്ട് കേട്ടിട്ട് ഭയങ്കരത്തിൻ്റെ സൗണ്ടും കാര്യമെല്ലായിട്ട്. പിന്നെ മയം പെയ്ത് ചണ്ടിയായി. വെള്ളം കയറി കുറച്ച്. വെള്ളം കണ്ട ഇതാ